ഷൈനിങ് ഈസ് ബാക്ക്. സെറ്റ് പടം നല്ല സെന്റിമെന്റ്സ് എല്ലാം ഉണ്ട്. മറ്റേ സൈനിക അടുത്ത മോളെ പറയാം, സൂപ്പർ സ്റ്റാർ ആവും, കിട്ടില്ല പടം, പക്ക മാസ് എൻ്റർടൈനർ. ശരിക്കും സൈനിക അറടിക്കുക. അടിപൊളി മൂവി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഫൈറ്റ് ആണെങ്കിലും കാസ്റ്റിംഗ് ആണെങ്കിലും എല്ലാം കൊണ്ടും BGM എല്ലാം കൊണ്ടും സൂപ്പർ പടം. ഷൈനൊക്കെ വേറെ ലെവൽ. ഷൈൻ നല്ല സൂപ്പറായിട്ടുണ്ട്. നല്ല അടിപൊളി ആക്ടിംഗ് ആണ്. ഷൈനായാലും ഷൈൻ്റെ കൂടെയുള്ള മറ്റേ ശാന്തനായാലും അതിലെ ബില്ലനാണെങ്കിലും എല്ലാം കൊണ്ടും. ഇതിലെ മെയിനായിട്ട് എടുത്ത് പറയുന്നത് ഇതിലെ കാസ്റ്റിംഗ് ആണ്. കാസ്റ്റിംഗ് വേറെ ലെവൽ. ശരിക്കും ബോർഡറിലെ ജനങ്ങളുടെ ജീവിതം എന്താണ് ശരിക്കും എടുത്തു കാണിച്ച നല്ല അടിപൊളി മൂവി തന്നെ പറയാം. ഒന്നും മോശം പറയാല്ല. സൂപ്പർ. ഭയങ്കര ഇഷ്ടമായി. താങ്ക് യു സോ മച്ച്. നല്ല ആക്ഷൻ പടമാണ്. കിടുവാണ്. ഒരു അടിപൊളി നല്ല ഫാമിലി മാൻ ആണ്, എന്ന ഫൈറ്ററാണ്, എല്ലാം കൊണ്ട് സൂപ്പറാണ് പടം. സൂപ്പറാണ്. പിന്നല്ലാണ്ടേ സെറ്റാ. വളരെ നന്നായിട്ടുണ്ടായിരുന്നു. ജാലക്കാരി മ്യൂസിക്കാണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫൈറ്റ് സീനിലൊക്കെ നല്ല സൗണ്ട് എഫക്റ്റും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതും കൂടാതെ വേറൊരു പടങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട്. മലയാള ഫിലിം ഇന്ത്യയിൽ നീപ്പോളിൽ ചേട്ടൻ്റെ ചെറുപ്പം ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഗ്രാനി ദി ഗ്രാൻഡ്മ പറഞ്ഞ മൂവിയിൽ ഫുൾ മെയിൻ റോൾ ഉണ്ടായിരുന്നു. പശ്ചാത്തലത്തിൽ ഫ്രണ്ട്ഷിപ്പാണ് വരുന്നത്. അതുപോലെ ക്ലൈമാക്സും എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. കണ്ടുകൊണ്ടിരിക്കാൻ നല്ല കൂട്ടുകാർ നല്ലൊരു കഥ പറയുന്ന സംഭവമാണ്. നന്നായിട്ട് പടം. ആക്ഷൻസൊക്കെ വളരെ നന്നായിട്ടുണ്ട്. കാണാം. പ്രേക്ഷകരോട് എന്താ പറയണ്ടേ? അതായത് തിയേറ്ററിൽ പ്രേക്ഷകരോട് സിനിമ കാണുമ്പോൾ അതിൻ്റെ ഒരു ഓളം വേറെ തന്നെയാണ്. അതും സ്പെഷ്യലി ഇങ്ങനത്തെ ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അറിയാലോ, ഒരു പ്രോപ്പർ വെൽ പാക്കേജ് എൻ്റർടൈൻമെൻറ്റ് ഫിലിമാണ്. യുവാക്കൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എല്ലാ എലിമെൻസും സിനിമയിലുണ്ട്. അപ്പോൾ അത് അവരുടെ കൂടെ തന്നെ ഇരുന്ന് കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീൽ വേറെ തന്നെയാണ്. അത് തീർച്ചയായിട്ടും സന്തോഷമുണ്ടായിരുന്നു അത് കാണുമ്പോൾ. ആ എക്സ്പീരിയൻസ് എനിക്ക് ഞാൻ നേരത്തെ മുന്നേ പ്രസ് കോൺഫറൻസ് പറഞ്ഞിട്ടൊരു കാര്യമാണ്. ഇതുപോലൊരു കഥാപാത്രം നമ്മൾ തേടിയെത്തുക എന്ന് പറയുന്നത് തന്നെയാണ് വലിയ കാര്യം. അങ്ങനെ ഒരു കഥാപാത്രം കിട്ടി, അത് നന്നായി പെർഫോം ചെയ്യാൻ പറ്റി എന്നത് തീർച്ചയായിട്ടും ടീം സപ്പോർട്ടിൻ്റെ കാര്യമാണ്. പ്രധാനപ്പെട്ട കാര്യം ഉണ്ണി തന്നെയാണ് പറയേണ്ടത്. ഉണ്ണിയുടെ കൺവിക്ഷൻ, ഉണ്ണിക്ക് ഈ കഥാപാത്രം എന്നിലൂടെ ഉറപ്പായിട്ടും കൺവിൻസിംഗ് ആയിട്ട് പെർഫോം ചെയ്യിപ്പിക്കാൻ പറ്റും, അല്ലെങ്കിൽ ചേച്ചി ചെയ്താൽ അത് ശരിയാകും എന്ന കൺവിക്ഷൻ ഏറ്റവും കൂടുതൽ ഉണ്ണിക്കാണ് ഉണ്ടായിരുന്നത്. അത് എനിക്കൊരു വലിയ സപ്പോർട്ടാണ്. ഇന്നിപ്പോൾ എന്തെങ്കിലും നന്നായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ടീം സപ്പോർട്ട് കാരണമാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ ഹാർഡ് വർക്കിംഗ് ആക്ടറാണ്. വളരെ ഹാർഡ് വർക്ക്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണ്. ഷെയ്ൻ, ശാന്തനു, ആ ഫുൾ ഗ്യാങ് 90 ദിവസം ഒരു ദിവസം പോലും ബ്രേക്ക് ഇല്ലാതെ ബാക്ക് ആൻഡ് നൈറ്റ് ഡേ ആൻഡ് നൈറ്റ് മൾട്ടിപ്പിൾ ദിവസം ഷൂട്ട് ചെയ്ത പടമാണ്. വളരെയധികം കഷ്ടപ്പെട്ടിട്ടുണ്ട്. സ്ക്രീനിൽ മുന്നിൽ പ്രവർത്തിക്കുന്നവരും പിന്നിൽ പ്രവർത്തിക്കുന്നവരും. അപ്പോൾ തീർച്ചയായിട്ടും അത് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ നമ്മൾ ചെയ്ത ഒരു കാര്യത്തിന് ഫലമുണ്ടായി എന്നൊരു തോന്നലാണല്ലോ. ജനങ്ങൾ പടങ്ങൾ ഹിറ്റാക്കണം എന്നൊരു വലിയ പ്രാർത്ഥനയുണ്ട്. അത് തീർച്ചയായിട്ടും അങ്ങനെ ആവട്ടെ. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ടാവണം എന്ന് തന്നെയായിരിക്കും അതിൽ വർക്ക് ചെയ്ത് എല്ലാവരുടെയും താല്പര്യം. അങ്ങനെ തന്നെ ആവട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും പറയാം.